ആറ്റിങ്ങലിൽ വീട്ടമ്മയുടെ കണ്ണിൽ മുളകുപൊടി വിതറി മോഷണശ്രമം നടത്തിയ യുവതിയും യുവാവും പിടിയിൽ. കൊല്ലം പുള്ളിക്കട വടക്കും ഭാഗം പുതുവൽപുരയിടത്തിൽ സ്വദേശിയും ഇപ്പോൾ മയ്യനാട് ധവളക്കുഴി സുനാമി ഫ്ളാറ്റിൽ താമസിക്കുന്ന 26 വയസ്സുള്ള ലക്ഷ്മിയും 26 വയസ്സുള്ള സാലുവുമാണ് ഇപ്പോൾ ആറ്റിങ്ങൽ പോലീസിന്റെ പിടിയിലായത്. മാർച്ച് 19 രാവിലെ 10:15 കേസിനാസ്പദമായ സംഭവം. വീട്ടമ്മ രാവിലെ ടോൾമുക്ക് ചന്തയിൽ പോയി മടങ്ങി വീട്ടിലേക്ക് പോകവെ പോയിന്റ് മുക്കിൽ വെച്ച് നിർത്തിയിട്ടിരുന്ന ആഡംബര കാറിനകത്തു നിന്നും ഒരു യുവതി ആറ്റിങ്ങലിലേക്കുള്ള വഴി ചോദിക്കുകയായിരുന്നു. വീട്ടമ്മ അതിനു മറുപടി പറഞ്ഞെങ്കിലും വീണ്ടും കാറിനകത്തുണ്ടായിരുന്ന യുവാവ് തിരിച്ചും മറിച്ചും ആറ്റിങ്ങലിലേക്കുള്ള വഴി ചോദിക്കുകയായിരുന്നു. അതിൽ എന്തോ പന്തികേട് തോന്നിയ വീട്ടമ്മ വാഹനത്തിന് അരികിൽ നിന്നും അല്പം പുറകിലേക്ക് മാറി. ഇതു മനസ്സിലാക്കിയ യുവതി കയ്യിൽ കരുതിയിരുന്ന മുളകുപൊടിയെടുത്ത് വീട്ടമ്മയുടെ മുഖത്തിനു നേരെ എറിയുകയും സ്വർണമാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടയിൽ യുവതിയുടെ കണ്ണിലും മുളകുപൊടി വീണതിനെ തുടർന്ന് കവർച്ചാശ്രമം ഉപേക്ഷിച്ച് കാർ അതിവേഗത്തിൽ പാഞ്ഞു പോകുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിരീക്ഷണ ക്യാമറകളിൽ നിന്നും കാറിന്റെ നമ്പർ തിരിച്ചറിയുകയും വാഹനം വാടകയ്ക്ക് എടുത്തതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. വാഹനം വാടകയ്ക്ക് എടുത്ത യുവതിയെയും യുവാവിനെയും കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണത്തിനൊടുവിൽ ഇന്നലെ വൈകുന്നേരത്തോടെ കൊല്ലത്തു നിന്നും ഇവർ പിടിയിലാക്കുകയായിരുന്നു. വിവാഹമോചിതയായ ലക്ഷ്മിയാണ് കേസിലെ 1-ാം പ്രതി. 2-ാം പ്രതി സാലുവുമായി പ്രണയത്തിലാണെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. വിദേശത്ത് ജോലി ചെയ്യുന്ന ലക്ഷ്മിയുടെ അമ്മയുടെ കടബാധ്യത തീർക്കുന്നതിന് വേണ്ടിയാണ് കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് അവർ പോലീസിനോട് വിശദീകരിച്ചു. 2-ാം പ്രതി സാലുവിന് കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസുകൾ നിലവിലുണ്ട്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നിർദ്ദേശപ്രകാരം ആറ്റിങ്ങൽ SHO ഗോപകുമാർജി, SIമാരായ ജിഷ്ണു MS, ഉത്തരേന്ദ്രനാഥ്, ASIമാരായ ജിഹാനിൽ, ഹക്കീം, രേഖ MS എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതികൾ കൃത്യത്തിന് ഉപയോഗിച്ച വാഹനവും മുളകുപൊടിയും പോലീസ് കണ്ടെടുത്തു. അറസ്റ്റ് ചെയ്ത പ്രതികളെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് ആറ്റിങ്ങൽ പോലീസ് അറിയിച്ചു. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.